PSC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കേറ്റഡ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ കേറ്റഡ് വെരിഫിക്കേഷന് കേറ്റഡിന്റെ റിസൾട്ട് വന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇന്ന് എല്ലാവരുടെയും ടെൻഷൻ കേറ്റഡ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഈ ഡൗട്ടുകൾക്കെല്ലാം കൂടി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒരൊറ്റ വീഡിയോയിലായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കേറ്റഡ് വെരിഫിക്കേഷൻ ഉള്ളവർ കൃത്യമായിട്ടൊന്ന് കേൾക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണണേ. അതൊരു വീഡിയോക്ക് ലൈക്ക് അടിച്ചതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കേറ്റഡിന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ കേറ്റഡ് വെരിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പൊ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് വെരിഫിക്കേഷൻ? വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടി വെരിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ, ഒരു നിശ്ചിത ക്വാളിഫിക്കേഷൻ ഇല്ലാതെയാണോ ഈ ഉദ്യോഗാർത്ഥി പരീക്ഷ എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഡിഗ്രി ഇല്ലാതെയാണോ പരീക്ഷ എഴുതിയിട്ടുള്ളത്, കൃത്യമായിട്ട് യോഗ്യത വിദ്യാർത്ഥികൾക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യുന്നതാണ് ഈ കേറ്റഡ് വെരിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ആരാണ് ഈ വെരിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് കേറ്റഡ് വെരിഫിക്കേഷൻ നടത്തുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏത് ഇതിന്റെ കീഴിലാണോ, എന്താണ് ഡി ഓഫീസിന്റെ കീഴിലാണോ പരീക്ഷ എഴുതിയത്, അതാവ് ഡി ഓഫീസിലായിരിക്കും ഈ വെരിഫിക്കേഷൻ നടത്തുക. അപ്പൊ നമ്മൾ പറഞ്ഞിച്ചത് യോഗ്യത നമുക്കുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വെരിഫിക്കേഷൻ നടത്തുന്നത് ഡി ഓഫീസർ ആയിരിക്കും. അതായത് ഓഫീസറിന്റെ കീഴിൽ, അതായത് നമ്മൾ പരീക്ഷ എഴുതുന്ന അതായത് ഡി ഓഫീസറുടെ കീഴിലായിട്ടായിരിക്കും ഈ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, കേറ്റഡ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് പാസ്സായിട്ടുള്ള ആരെങ്കിലും ഈ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കേറ്റഡ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് പാസ്സായിട്ടുള്ളവർക്ക് HSA എന്ന് പറയുന്ന വലിയൊരു അവസരം വരുന്നുണ്ട്. ആ അവസരം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക. HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ മാത്രമാണ് വരാത്തതുള്ളൂ. അപ്പൊ ഈ തവണ കാറ്റഗറി 3 പാസ്സായവർക്ക് HSA സോഷ്യൽ സയൻസ് എഴുതാനുള്ള വലിയ അവസരം ലഭ്യമാകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSA സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഇത്തവണ പാസ്സായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നൽകുന്നതായിരിക്കും. സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് HSA സോഷ്യൽ സയൻസ് ടൈം ടേബിൾ അടക്കം നൽകുന്നതായിരിക്കും. ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇനി അടുത്ത കേറ്റഡ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് എഴുതുന്നുണ്ടെങ്കിലോ കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് എഴുതുന്നുണ്ടെങ്കിലോ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ കേറ്റഡ് കാറ്റഗറി 3 എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ലഭ്യമായിരിക്കും. കാറ്റഗറി 2-ന്റെയും 3-യുടെയും സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ലഭ്യമാണ്. പരിശോധിക്കുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് നമ്മുടെ പരിശോധിക്കും. ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തേക്കുന്നത് കറക്റ്റ് ആണോ, അതുപോലെ തന്നെ കാസ്റ്റ്, അതായത് നമുക്കറിയാം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കും. കാസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ജനറൽ കാറ്റഗറിക്ക് കേറ്റിട്ട് പാസ്സാകാൻ വേണ്ട മാർക്ക് 90 മാർക്കാണ്. SC ST OBC കാറ്റഗറിക്ക് പാസ്സാകാൻ വേണ്ടത് 82 മാർക്കാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, SC ST OBC കാറ്റഗറി 82 മാർക്കിന് താഴെയും 82 മുതൽ 89 വരെ മാർക്കാണ് നിങ്ങൾ മേടിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നീനു എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി SC ST OBC കാറ്റഗറി പെട്ടതാണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആണ് കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി. അപ്പൊ ആ കുട്ടി പാസ്സായിക്കുന്ന കുട്ടിക്ക് കിട്ടിയേക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 82 മാർക്കാണ്. അപ്പൊ 82 മാർക്ക് കിട്ടിയ നീനു എന്ത് വേണം? കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കാരണം ഈ മാർക്ക് ഇളവിന്റെ അടിസ്ഥാനത്തിലാണ് നീനു പാസ്സായിരിക്കുന്നത്. ഇനി നീനുവിന് 90 മാർക്കാണ് കിട്ടിയേക്കുന്നത്. നീനു SC ST OBC കാറ്റഗറി പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നീനുവിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം 90 മാർക്ക് എന്ന് പറയുന്നത് ജനറൽക്കാർക്ക് പാസ്സാകാൻ വേണ്ട ഒരു മാർക്കാണ്. അതുകൊണ്ട് തന്നെ ആ മാർക്കിൽ മുകളിലോ 90-ന് മുകളിൽ മാർക്കോ വാങ്ങിയിട്ടുള്ള SC ST OBC കാറ്റഗറിയിലുള്ള കുട്ടികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട. 82-നും 89-നും ഇടയിലായിട്ടാണ് SC ST OBC കാറ്റഗറിയിലുള്ള കുട്ടി ഈ കേറ്റിട്ട് പാസ്സാകുന്നത്. 1 2 3 4 എന്തും ആയിക്കോട്ടെ, അത് പാസ്സാകുന്നതെങ്കിൽ ആ കുട്ടിക്ക് എന്ത് വേണം? കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ്. ഇനി കേറ്ററ്റിന്റെ റിസൾട്ടിന്റെ ഒരു കോപ്പി, കേറ്ററ്റിന്റെ റിസൾട്ടിന്റെ കോപ്പി പരിശോധിക്കും. അതുപോലെ നമ്മുടെ ഫോട്ടോ, ഡിഗ്രി, DED ആണോ BEd ആണോ തുടങ്ങിയ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പരിശോധിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ട് പരിശോധിക്കുന്നത്. അപ്പൊ പേര് പരിശോധിക്കും, ഡേറ്റ് ഓഫ് ബർത്ത്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കേറ്ററ്റിന്റെ റിസൾട്ടിന്റെ കോപ്പി, ഡിഗ്രി ആണോ, ഡിഗ്രിയുടെ TTC ആണ് TTC, BEd ആണെങ്കിൽ BEd, +2 അതുപോലെ SLC ഒക്കെ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ പരിശോധിക്കുന്നതായിരിക്കും. ഇനി എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഈ ഒരു വെരിഫിക്കേഷന് കൊണ്ടുപോകുമ്പോൾ ഹാജരാക്കേണ്ടത്?
അതിനകത്ത് കേറ്ററ്റിന്റെ ഹോൾ ടിക്കറ്റ്, നമ്മൾ കേറ്ററ്റ് പരീക്ഷ എഴുതാൻ ഡൗൺലോഡ് ചെയ്തെടുത്തൊരു ഹോൾ ടിക്കറ്റ് ഇല്ലേ, ആ ഒരു ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം. കേറ്ററ്റ് റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട്, നമുക്ക് റിസൾട്ട് വന്നതിന്റെ ഒരു പ്രിന്റ് ഔട്ട് നമ്മൾ എടുക്കണം, ആ ഒരു പ്രിന്റ് ഔട്ട് കൊണ്ടുപോകണം. SLC ബുക്കിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, +2വിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സംവരണ അനുകൂലത്തിലാണോ നമ്മൾ വിജയിച്ചിരിക്കുന്നത്, നമുക്ക് 82നും 89നും ഇടയിലാണ് SC/ST OBC കാറ്റഗറിയിലുള്ള കുട്ടി വിജയിച്ചിരിക്കുന്നെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ BEd ആണെങ്കിൽ BEdന്റെ സർട്ടിഫിക്കറ്റ്, അതല്ല നിങ്ങൾ TTC ഉദ്യോഗാർത്ഥിയാണെങ്കിലോ DEd ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, കൂടാതെ എല്ലാ സെമസ്റ്ററിന്റെയും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും ഉണ്ടായിരിക്കണം. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ BEdന്റെ സർട്ടിഫിക്കറ്റ്, BEd ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന, TTC ആണോ DEd ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും ഓരോ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റും വേണം കേട്ടോ. ഇനി ആധാർ കാർഡ് കൂടെ കയ്യിൽ കരുതുക. എല്ലാ സ്ഥലത്ത് ഓഫീസിലും ആധാർ കാർഡ് നിർബന്ധമല്ല, പക്ഷെ ചിലയിടത്ത് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ആധാർ കാർഡും കൂടെ, നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡും കൂടെ കയ്യിൽ വെക്കുക. ഇനി പറഞ്ഞതിന്റെ എല്ലാം ഫോട്ടോ കോപ്പി കൂടി എടുക്കുക. മനസ്സിലായോ? കേറ്ററ്റിന്റെ ഹോൾ ടിക്കറ്റ് വേണം, കേറ്ററ്റ് റിസൾട്ട് വന്ന പ്രിന്റ് ഔട്ട്, SLC ബുക്കിന്റെ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, നിങ്ങൾ സംവരണത്തിലാണ് വിജയിച്ചതെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. കൂടാതെ തന്നെ SLC +2ന്റെ ബുക്ക്, അതുപോലെ ഡിഗ്രി ഓർ TTC ആണെങ്കിൽ TTC DEdോ BEdോ എന്താണോ അത് പാസ്സായിരിക്കുന്നത് അത്. ഇതിന്റെ എല്ലാം സെമസ്റ്റർ വൈസ് ആണല്ലോ നമ്മൾ TTCയും BEdും DEdോ ഒക്കെ. അപ്പൊ ഓരോ സെമസ്റ്ററിലും നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഓരോ സർട്ടിഫിക്കറ്റും ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സിന്റെ പ്രിന്റ് ഔട്ട്, ഒരു ഫോട്ടോ കോപ്പിയും വേണം. ഓരോ ഫോട്ടോ കോപ്പിയിലും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം, അതായത് നിങ്ങൾ പേരെഴുതി എല്ലാ ഫോട്ടോ കോപ്പിയിലും ഒപ്പിട്ടിരിക്കുകയും വേണം. എന്നിട്ട് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഈ പ്രിന്റ് ഔട്ടുമായിട്ടാണ് നമ്മൾ എവിടെ പോവാൻ, വെരിഫിക്കേഷന് DO ഓഫീസിൽ ചെല്ലാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ ചില DO ഓഫീസിൽ മാത്രം ഒരു ആപ്ലിക്കേഷൻ ഫോം നമുക്ക് നൽകും. ആ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ ഈ ഒരു ബുക്ക്, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്യണം. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ പാസ്സായിരിക്കുന്ന ആ ഡേറ്റ്, റിസൾട്ട് വന്ന ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളൂ. ഇതൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇത് വായിച്ച് നോക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പ്രിന്റ് ഔട്ട് എടുത്ത കോപ്പിയും നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കോപ്പിയും അതുപോലെ തന്നെ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പി പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ അവിടുത്തെ ഓഫീസർ നമ്മൾ ഇതെല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷം നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതായത് നമ്മൾ അവിടെ കൊണ്ടുപോയി ചെന്ന നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, SLCയുടെയും +2ന്റെയും ഡിഗ്രിയുടെയും അതുപോലെ തന്നെ PG ഉണ്ടെങ്കിൽ PGയുടെയും കൊണ്ടുപോകുള്ളൂ കേട്ടോ. ചില നിർബന്ധമായിട്ട് ചോദിക്കാറില്ല. PG ഉണ്ടെങ്കിൽ PGയുടെയും കൊണ്ടുപോകുക. അതുപോലെ എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനൽ നമുക്ക് തിരിച്ചു തരും. ഫോട്ടോ കോപ്പി എല്ലാം അവിടെ വാങ്ങി വെക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, വെരിഫിക്കേഷൻ ടൈം എപ്പോഴാണെന്ന്. ടൈം എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ റിസൾട്ട് വന്ന് 45 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വെരിഫിക്കേഷന് ഓരോരോ DO ഓഫീസ് വിളിക്കുന്നതായിരിക്കും. അത് എങ്ങനെയാണ് നമ്മൾ ആ ഇൻഫർമേഷൻ അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രങ്ങളിൽ ആണ് ഈ ഒരു ഇൻഫർമേഷൻ വരിക. അപ്പോൾ എല്ലാ DO ഓഫീസിന്റെയും വെരിഫിക്കേഷൻ ടൈം നമ്മൾ വീഡിയോ ആക്കി ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതാത് DO ഓഫീസിന്റെ വെരിഫിക്കേഷൻ ടൈം ആകുമ്പോൾ നമ്മൾ വീഡിയോ ആക്കി അത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ടൈം അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പൊ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വീഡിയോസ് കണ്ടിട്ട് വെരിഫിക്കേഷൻ ടൈം നിങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ എല്ലാ DO ഓഫീസിന്റെ വെരിഫിക്കേഷൻ വീഡിയോ ഒക്കെ എല്ലാ തവണയും ചെയ്യാറുണ്ട്. ഇത്തവണയും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ഡേറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ സാധാരണ ഇത് 45 ദിവസത്തിന് റിസൾട്ട് വന്ന 45 ദിവസത്തിനുള്ളിൽ തന്നെ വെരിഫിക്കേഷൻ ആരംഭിക്കുന്നതാണ്. ഓരോ DO ഓഫീസിനും വ്യത്യസ്ത ദിവസങ്ങളിലായിട്ടായിരിക്കും വെരിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഡേറ്റ് തന്നെ വെരിഫിക്കേഷൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സുമായിട്ട് അവിടെ ചെല്ലാം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ ഡേറ്റ് 45 ദിവസം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാൽ പോലും ഏകദേശം 45 ദിവസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ നടക്കുന്നതായിരിക്കും. ഇനി എപ്പോഴാണ് അടുത്തൊരു ചോദ്യം, വെരിഫിക്കേഷൻ കഴിഞ്ഞ് എപ്പോഴാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതെന്ന്. വെരിഫിക്കേഷൻ കഴിഞ്ഞ് സാധാരണഗതിയിൽ 90 ദിവസമോ അല്ലെങ്കിൽ ഒരു 100 ദിവസത്തിനുള്ളില് വെരിഫിക്കേഷൻ കഴിഞ്ഞ് സാധാരണ ദിവസത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാറുണ്ട്. ഇത് നമുക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഒരു 90 ദിവസം വെരിഫിക്കേഷൻ കഴിഞ്ഞ് 90 ദിവസമൊക്കെ കഴിഞ്ഞ്, അതായത് 2-2.5 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ DO ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പൊ അവർ പറയും സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പറയും. അപ്പൊ നമ്മൾ
എന്താ നേരിട്ട് സർട്ടിഫിക്കറ്റ് അവിടെ പോയി കളക്ട് ചെയ്യണം. പോസ്റ്റ് വഴി ഒരിക്കലും സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. അപ്പൊ ചില ആളുകൾ എന്താണ് വിചാരിക്കും പോസ്റ്റ് വഴി കിട്ടും. നമ്മുടെയൊക്കെ ഡിഗ്രിയുടെ ഒക്കെ ബി.എഡിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് പോസ്റ്റ് വഴിയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ അവിടെ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ചിലർ പോസ്റ്റ് വഴി കിട്ടുമെന്ന് ഓർത്ത് കാലങ്ങളോളം നോക്കിയിരിക്കും. പോസ്റ്റ് വഴി സർട്ടിഫിക്കറ്റ് വരില്ല എന്ന് ഓർക്കുക. നമ്മൾ DOPC ഡയറക്റ്റ് പോയി കളക്ട് ചെയ്ത് റിസീവ്ഡ് എന്ന അവിടുത്തെ ബുക്കിൽ എഴുതി ഒപ്പുവെച്ച് ഡയറക്റ്റ് ആയിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൈപ്പറ്റേണ്ടതുണ്ട്. ഒരിക്കലും നമുക്ക് പോസ്റ്റ് വഴി കേറ്റന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 45 ദിവസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ നടക്കുന്ന 45 ദിവസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ നടന്ന് ഒരു 90 അല്ലെങ്കിൽ 100 ദിവസത്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് സാധാരണ റെഡി ആയിട്ട് DOPCയിൽ ഇരിക്കും. അപ്പൊ ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോൾ DOPCക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇന്ന ദിവസം ചെല്ലാൻ പറഞ്ഞ് ആ ദിവസം പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരേണ്ടതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ കുറെ ആളുകൾ, അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് വന്നിരുന്ന് കുറെ നാളുകളായിട്ട് നമ്മൾ വാങ്ങാൻ പോയില്ല, ഏകദേശം ഒരു 1.5 വർഷം ഒക്കെ ആയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയിട്ടില്ലെങ്കിൽ ഒരു ചെറിയ ഫൈൻ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ പോയിട്ട് ഇടയ്ക്കൊന്ന് വിളിച്ചൊക്കെ ചോദിക്കുക. ഒരു 3 മാസം വെരിഫിക്കേഷൻ കഴിഞ്ഞ് 3 മാസം 2.5 മാസം ആകുമ്പോൾ വിളിച്ചു ചോദിക്കുക. അതിന് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഡിലേ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ഫൈൻ ഒക്കെ DOPCയിൽ നിന്ന് ഈടാക്കുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ എഴുതിയിട്ടുള്ള ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ എടുത്തു വെക്കണം. അഥവാ ചില ആളുകൾക്കൊക്കെ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഹോൾ ടിക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി എവിടെ നിന്നാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നത് വെച്ചാൽ പരീക്ഷ ഫമിലിലെ ചെല്ലാൻ അടച്ച് നമുക്ക് ഹോൾ ടിക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നതായിരിക്കും. ചെല്ലാൻ അടയ്ക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. അപ്പൊ 100 രൂപ അടച്ച അതിന്റെ എന്താണ് റെസിപ്റ്റുമായിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഹോൾ ടിക്കറ്റിന്റെ സെക്രട്ടേറിയറ്റ് ഡ്യൂപ്ലിക്കേറ്റിന് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷ ഫമിലിന്റെ വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഫൈൻ എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. എന്തായാലും ഹോൾ ടിക്കറ്റ് നിർബന്ധമാണ്. അപ്പൊ ആ ഹോൾ ടിക്കറ്റ് പോയവര് കൃത്യമായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് ഹോൾ ടിക്കറ്റ് എടുക്കുക. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ കൃത്യമായിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റും എടുത്തു വെക്കുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ അക്ഷയ പോയാണ് അപേക്ഷിക്കേണ്ടത് കേട്ടോ. സാധാരണഗതിയിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ദിവസത്തിനുള്ളിൽ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പൊ അക്ഷയ പോയിട്ട് ഈ പറഞ്ഞ, അതായത് SC ST OBC കാറ്റഗറിപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 82-നും 89-നും ഇടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. അക്ഷയ കേന്ദ്രം വഴിയാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത്. കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 5-6-7 ദിവസത്തിനുള്ളിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടും കേട്ടോ. അപ്പൊ നമുക്കൊരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്ത് അതിന് 6-7 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പരീക്ഷ ഇത്ര മാർക്കാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇപ്പൊ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക കേട്ടോ. അത് നിങ്ങൾ വെരിഫിക്കേഷന് കൃത്യമായിട്ട് പോവുക. അപ്പൊ വെരിഫിക്കേഷന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറക്കട്ടെ, ആദ്യമായിട്ടാണ് PSC Crown യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എന്താ പറയാ, ഇനി അടുത്ത് നിങ്ങളുടെ മുമ്പിലുള്ളത് HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല. HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് HSA സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുക. നമ്മൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടി കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതുപോലെ നിങ്ങൾ ഈ കാറ്റഗറി 2 പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ്, കാറ്റഗറി 3 അടുത്ത തവണ എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറി 3 സോഷ്യൽ സയൻസിന് വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കാറ്റഗറി 2 സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ കാറ്റഗറി 2 എന്നും കാറ്റഗറി 3 എന്നും പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ക്വസ്റ്റ്യൻ ബാങ്ക് നൽകുന്നതായിരിക്കും. HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു സോ മച്ച്.